വെറും 19 വയസ്സുകാരി. ജീവിക്കാൻ ജീവിതവും സ്വപ്നങ്ങളും ഒട്ടേറെ ബാക്കിയുണ്ടായിരുന്ന ആ പെൺകുട്ടി ജീവിക്കാൻ ഏറെ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാഞ്ഞെത്തിയ കാർ അവളെ ഇടിച്ചു തെറിപ്പിച്ചപ്പോൾ 3-ാം നാൾ മരണത്തിലേക്ക് പോകേണ്ടി വന്നു ജസ്ലിയയ്ക്ക്. ഇപ്പോൾ വീട്ടുമുറ്റത്തെ മണ്ണിലേക്ക് ശവപേടകത്തിൽ അവളെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു പ്രിയപ്പെട്ടവർ മുഴുവൻ. പ്രത്യേകിച്ചും ജസ്ലിയയുടെ അനിയത്തിമാരാണ് ആ കാഴ്ച കണ്ട് വിങ്ങിപ്പൊട്ടിയത്. ശവപേടകത്തിൽ ഒരു മാലാഖ പെണ്ണിനെ പോലെ വെള്ളയുടുപ്പിട്ട് തലയിൽ വെള്ള ഷോളിട്ട് റോസാപ്പൂക്കൾ വെച്ച് അവൾ കിടക്കുന്ന കാഴ്ച കണ്ട് ആർക്കും സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. പോകല്ലേ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്ലിയയുടെ അനിയത്തിക്കുട്ടികൾ പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞത്. അനിയത്തിമാരുടെ പ്രിയപ്പെട്ട ചേച്ചി തന്നെയായിരുന്നു ജസ്ലിയ. ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ മിക്കപ്പോഴും ചോക്ലേറ്റുമായി വരുന്ന ചേച്ചി. ആ സ്നേഹപങ്കിനായി കാത്തിരുന്ന അനിയത്തിമാർ മണിക്കൂറുകൾക്ക് മുന്നേ കാത്തിരുന്നത് അവരുടെ ചേച്ചി പെണ്ണിനെ അവസാനം നോക്കു കാണുവാനായിരുന്നു. ഒടുവിൽ മൊബൈൽ മോർച്ചറിയിലെ തണുപ്പിൽ മരവിച്ച ജസ്ലിയെ കണ്ട് നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു പ്രിയപ്പെട്ടവർ മുഴുവൻ. ആ കുടുംബത്തിൻ്റെ മുഴുവൻ സ്വപ്നവും തച്ചുടച്ചാണ് ജസ്ലിയയുടെ ജീവൻ കവർന്ന അപകടം ഉണ്ടായത്. എങ്കിലും ആ നോവിനിടയിലും 4 പേർക്ക് ജീവിതത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകിയാണ് 19-കാരിയായ ജസ്ലിയ ജോൺസൺ വിടവാങ്ങിയത്. പഠനത്തോടൊപ്പം സ്പോർട്സിലും മികവ് പുലർത്തിയ ജസ്ലിയ പാർട്ട് ടൈമായി ജോലി നോക്കിയാണ് പഠനത്തിനുള്ള പണം കണ്ടെത്തിയിരുന്നത്. അങ്കമാലിയിലെ പിസ്സ വിൽപ്പനശാലയിലായിരുന്നു ജോലി. ജോലിക്ക് പോയിരുന്നതിനാൽ കോളേജ് ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. പതിവ് പോലെ ജോലിക്ക് പോയി മടങ്ങി വരുമ്പോഴാണ് അമിത വേഗത്തിൽ വന്ന കാർ ജസ്ലിയെ ഇടിച്ചു തെറിപ്പിച്ചത്. റോഡിലൂടെ നടന്നു പോകവേ പിന്നിൽ നിന്ന് വന്ന കാറാണ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ 50 മീറ്ററോളം ദൂരേക്ക് തെറിച്ചു പോവുകയായിരുന്നു ജസ്ലിയ. പഠനത്തോടൊപ്പം സ്പോർട്സിലും ജസ്ലിയ തിളങ്ങിയിരുന്നു. യൂണിവേഴ്സിറ്റി തലത്തിൽ നിരവധി മെഡലുകളും നേടിയിട്ടുണ്ട്. കോളേജിലെ യോഗ, വടംവലി, ഖോ-ഖോ ടീമുകളിലെല്ലാം അംഗമായിരുന്നു. മികച്ച പ്രകടനത്തിലൂടെ MG യൂണിവേഴ്സിറ്റി യോഗ ടീമിലും ഇടം നേടിയിട്ടുണ്ട്. യോഗയിൽ കോളേജ് 2-ാം സ്ഥാനം നേടിയപ്പോൾ ജസ്ലിയ അതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഖോ-ഖോയിലും കോളേജ് 2-ാം സ്ഥാനത്ത് എത്തുന്നതിൽ ജസ്ലിയയുടെ മികവ് കരുത്തായി മാറിയിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 7:30-യോടെ ദേശീയപാതയിൽ അങ്കമാലി ടെൽക്ക് ജംഗ്ഷന് സമീപം ലക്ഷ്മി ഭവൻ ഹോട്ടലിന് മുന്നിലായിരുന്നു ജസ്ലിയയുടെ ജീവനെടുത്ത അപകടം സംഭവിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജസ്ലിയയെ ആദ്യം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും പിന്നീട് ആലുവ രാജഗിരി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ചൊവ്വാഴ്ച രാവിലെ മരണത്തിനു കീഴടങ്ങുകയായിരുന്നു. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ 2-ാം വർഷ BCom വിദ്യാർത്ഥിനിയാണ് ജസ്ലിയ. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജസ്ലിയയുടെ കരളും വൃക്കയും നേത്രപടലവും ദാനം ചെയ്യുവാൻ മാതാപിതാക്കൾ സമ്മതിക്കുകയായിരുന്നു. കരൾ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിക്കും, വൃക്ക കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും, നേത്രപടലം അങ്കമാലി ഐ ബാങ്ക് അസോസിയേഷൻ ഓഫ് കേരളയിലേക്കും കൈമാറിയിട്ടുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.